ആൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ സീക്വൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സീക്വൻസ് നോക്കാം. അതായത് ഫസ്റ്റ് വൺ 2, 4, 6, 8 എക്സെട്ര. അതേപോലെ 5, 10, 15, 20 എക്സെട്ര. അതേപോലെ 10, 20, 30, 40 എക്സെട്ര. ഇവിടെ നമ്മൾ നോക്കാം, ഈ സീക്വൻസിൽ 2നോട് 2 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 4 കിട്ടുന്നത് അല്ലെ. അതേപോലെ 4നോട് 2 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 6 കിട്ടുന്നത്. അതേപോലെ 6നോട് 2 ആഡ് ചെയ്തിട്ടാണ് 8 കിട്ടുന്നത്. അതേപോലെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പർ കിട്ടും. അതിനോട് 2 ആഡ് ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. അങ്ങനെ ഈ നമ്പർ പോകുന്നുണ്ട്. അതേപോലെ അടുത്തത് 5ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 5നോട് 5 ആഡ് ചെയ്ത് 10 കിട്ടുന്നു. 10നോട് 5 ആഡ് ചെയ്ത് 15, 15നോട് 5 ആഡ് ചെയ്ത് 20, അങ്ങനെ പോകും. അതേപോലെ 10ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 10നോട് 10 ആഡ് ചെയ്ത് 20, 20നോട് 10 ആഡ് ചെയ്ത് 30, 30നോട് 10 ആഡ് ചെയ്ത് 40, ഇങ്ങനെ കിട്ടുന്നു. ഈ 3 സീക്വൻസിലും നിങ്ങൾ നോക്കുക, ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രത്യേക നമ്പർ ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ സീക്വൻസ് കിട്ടുന്നത് അല്ലെ. ഇതാ ഇവിടെ നോക്കുക, 5ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനോട് നമ്മൾ 5 ആഡ് ചെയ്താണ് നമ്മൾക്ക് ഈ സീക്വൻസ് കിട്ടുന്നത്. അതേപോലെ 10 സ്റ്റാർട്ട് ചെയ്യുന്നു. 10നോട് 10 ആഡ് ചെയ്താണ് നമുക്ക് ഈ സീക്വൻസ് കിട്ടുന്നത്. ഇതേപോലെ ഒരു നമ്പറിൽ തുടങ്ങിയിട്ട് ഒരു പ്രത്യേക നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, അരിത്തമാറ്റിക് സീക്വൻസ് പറയുന്നത്. അതായത് എ സീക്വൻസ് ഗോട്ട് ബൈ starting a number and adding a number repeatedly. A sequence got by starting with any number and adding a fixed number repeatedly is called arithmetic sequence. ഒന്നുകൂടി പറയാം. A sequence got by starting with any number and adding a fixed number repeatedly is called arithmetic sequence. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിനെയാണ് നമ്മൾ അതിന്റെ ഇനി നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ചില പെക്യുലാരിറ്റീസ് ഇനി നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ചില പ്രത്യേകതകൾ നോക്കാം. അതിന് നേരത്തെ നമ്മൾ കണ്ട സീക്വൻസ് ആണ് 2, 4, 6, 8 എക്സെട്ര എങ്ങനെ എടുക്കുന്നു. ഇവിടെ നോക്കാം, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് 2ൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം 2. അതേപോലെ 4ൽ നിന്ന് 6ലേക്കുള്ള ഡിസ്റ്റൻസ് 2. അതേപോലെ 6ൽ നിന്ന് 8ലേക്കുള്ള ഡിസ്റ്റൻസ് 2. അതായത് ഇവിടെ അടുത്തടുത്ത നമ്പേഴ്സ്, അതായത് അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ എല്ലായിടെയും ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം, അങ്ങനെയുള്ള സീക്വൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസ്. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ നോക്കാം, ഒരു നമ്പറിന് തൊട്ട് മുന്നിലുള്ള, അതായത് ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള നമ്പർ, നമ്മൾ മൈനസ് ചെയ്യുക. അതായത് 8 മൈനസ് 6, അതായത് നമുക്ക് എത്ര കിട്ടും, 2 എന്ന് കിട്ടും. അതേപോലെ 6 ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ളത് 6 മൈനസ് 4, അതും എത്ര കിട്ടും, 2 കിട്ടും. അതേപോലെ 4 ജസ്റ്റ് ബിഫോർ 4 മൈനസ് 2, അതായത് 2 കിട്ടും. അതായത് ഇവിടെയുള്ള ഡിഫറൻസ് 2 ആണ്, ഇവിടെയുള്ള ഡിഫറൻസും 2 ആണ്. അതേപോലെ ഇവിടെയുള്ള ഡിഫറൻസും എന്താണ്, 2 ആണ്. അതായത് ഡിഫറൻസ് സെയിം ആയ സീക്വൻസിനെയും നമ്മൾ എന്താണ് പേര് പറയുന്നത്, അരിത്തമാറ്റിക് സീക്വൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പർ, ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട്, അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാല് ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസ് ആണ്. അതേപോലെ തന്നെ അവിടെയുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഈ ഡിഫറൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്ന് ശരിക്കും മനസ്സിലായല്ലോ. ഇനി അരിത്തമാറ്റിക് സീക്വൻസും ആയിട്ടുള്ള ചില ടേംസ് ആണ് നമുക്ക് പരിചയപ്പെടാനുള്ള നോക്കാം. ഇവിടെ 2, 4, 6,
8. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഈ നമ്പേഴ്സിനെ അരിത്തമാറ്റിക് സീക്വൻസിലെ നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ടേംസ്. എന്താണ്? ടേംസ് എന്നാണ്. അരിത്തമാറ്റിക് സീക്വൻസിലെ നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ടേംസ്. അതായത് ഈ ഫസ്റ്റിലത്തെ നമ്പറിനെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയും. ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, അങ്ങനെ എക്സെട്ര അങ്ങനെ പോകുന്നുള്ളൂ. ഇനി ഈ ഫസ്റ്റ് ടേമിനെ നമ്മൾ എഫ് ഓർ F1 കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ടേമിനെ എഫ് എന്ന അക്ഷരം കൊണ്ടോ അല്ലെങ്കിൽ F1 എന്ന അക്ഷരം കൊണ്ടോ ആണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചില സമയത്ത് എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഇവിടെ ഫസ്റ്റ് ടേമിനെ നമ്മൾ എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ F1 എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി സെക്കൻഡ് ആണ്, അതിലെ തന്നെ എ എന്ന ലെറ്റർ ചില സമയത്ത് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതേപോലെ X1 ഈ ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓർ F1, എഫ് എന്ന് എടുക്കാം അല്ലെങ്കിൽ F1 എന്ന് എടുക്കാം. ചില ബുക്കിലൊക്കെ എ എന്ന് കാണുന്നുണ്ട്, ചിലപ്പോൾ X1 എന്നും കാണുന്നുണ്ട്. ഇത് മൂന്നും നമുക്ക് പബ്ലിക് എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്നിനെയും നമ്മൾ ഫസ്റ്റ് ടേമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടേം ആണെങ്കിൽ നമ്മൾ അതിനെ F2 അല്ലെങ്കിൽ A2 അല്ലെങ്കിൽ X2 എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ. ഇനി തേർഡ് ടേം ആവുമ്പോൾ F3 അല്ലെങ്കിൽ A3 അല്ലെങ്കിൽ X3 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എഴുതുമ്പോൾ എഫ് എന്ന് എഴുതിയിട്ട് ഇതിന്റെ ചുവടെയാണ് 3 എന്ന് എഴുതുന്നത്, എ എന്ന് എഴുതിയിട്ട് ഇതിന്റെ ചുവടെയാണ് എന്ത്, അതേപോലെ എക്സ് എന്ന് എഴുതിയിട്ട് അതിന്റെ ചുവടെയാണ് 3 എന്ന് എഴുതുന്നത്. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് അതിന്റെ പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് തേർഡ് പ്ലേസിലുള്ള നമ്പറാണ് നമ്മൾ X3 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. തേർഡ് പ്ലേസിൽ ഏതാണ്? 6 ആണ്. അതായത് X3 = 6 എന്ന് പറയാം. അതായത് തേർഡ് പ്ലേസിലെ അരിത്തമാറ്റിക് സീക്വൻസിലെ തേർഡ് പ്ലേസിലുള്ള നമ്പർ 6 ആണെന്ന് പറയാം. അതേപോലെ X2 = 4. X2 = 4 മീൻസ് X2 സെക്കൻഡ് പ്ലേസിലുള്ള നമ്പർ, ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ സെക്കൻഡ് പ്ലേസിലുള്ള നമ്പർ 4 ആണ്. അതേപോലെ F1 = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് ടേം = 2 എന്നാണ്. അതെ. അപ്പോ X60 എന്ന് പറയുന്നത് കൊണ്ട് എന്തായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? അതായത് 60th പ്ലേസിലുള്ള നമ്പറിനെയാണ് X60 എന്നതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം. ഇനി അടുത്തത്, അപ്പൊ ടേം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കറിയാം, ഇവിടെ നോക്കുക, ഇവിടെയൊക്കെയുള്ള ഡിഫറൻസ് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇവിടെയൊക്കെ ഈ ടേമിലൊക്കെ ഉള്ള ഡിഫറൻസ് സെയിം ആണെന്ന് പറഞ്ഞു. ഇവിടെ ഡിഫറൻസ് എത്രയായിരുന്നു? ഡിഫറൻസ് 2 ആണല്ലോ. അതായത് ഈ രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്, ഈ രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്, ഈ രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അതായത് ഇവിടെ എല്ലാവരുടെയും സെയിം ഡിഫറൻസ് ആണ് വരുന്നത്. അതായത് കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, ടേംസിനിടയിൽ കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഡിഫറൻസിനെ നമ്മൾ പറയുന്നത് കോമൺ ഡിഫറൻസ് എന്നാണ്. കോമൺ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡി എന്നാണ്. സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുന്നു, അതായത് 6 എടുക്കുന്നു. 6 എടുത്തിട്ട് ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള നമ്പർ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് 6 - 4. 6 എടുക്കുന്നു, അതിന്റെ ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള നമ്പർ ആണ് നമ്മൾ എടുക്കുന്നത്, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 6 - 4 = 2 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 2 ആണ്. മനസ്സിലായല്ലോ. ഇതിന്റെ ചില പ്രത്യേകതകൾ നോക്കാം. നമുക്ക് നേരത്തെ സീക്വൻസ് തന്നെ എടുക്കാം. 2, 4, 6, 8 എക്സെട്ര. ഇവിടെ നമ്മള് 2 - 2ലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. അതേപോലെ 4 - 6ലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. അതേപോലെ ഇവിടെയുള്ള ഡിസ്റ്റൻസ് 2 ആണ്. അപ്പൊ നമുക്കിവിടെ ഒരു പ്രത്യേകത പറയാൻ പറ്റുന്നത്, അരിത്തമാറ്റിക് സീക്വൻസിൽ അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇനി നമ്മള്
അരിത്തമാറ്റിക് സീക്വൻസിന്റെ ബാക്കി ചില കാര്യങ്ങളിലേക്ക്, കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ഇവിടെ നമ്മള് അരിത്തമാറ്റിക് സീക്വൻസിലെ നമ്പേഴ്സിനെ നമ്മള് ടേംസ് എന്നാണ് പറയുന്നത്. ടേംസ്. ഇവിടെ ഇതിന് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നു, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, അങ്ങനെ പോകും. ഇതില് ഫസ്റ്റ് ടേമിനെ നമ്മൾ എഫ് എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എഫ് അല്ലെങ്കിൽ F1 എന്നും പറയുന്നുണ്ട്. ഈ 1 എന്നുള്ളത് ഇതിന്റെ പൊസിഷനെയാണ് പറയുന്നത്, ഫസ്റ്റ് പ്ലേസിലുള്ളത്. അതേപോലെ എ എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ X1 എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ എഫ് എന്നും എ എന്നും X1 എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ടേം ആകുമ്പോഴേക്ക് അതിനെ F2, A2, X2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. തേർഡ് ടേം ആകുമ്പോഴേക്ക് F3 അല്ലെങ്കിൽ A3 അല്ലെങ്കിൽ X3, ഇതിലെ ഏത് വേണമെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇവിടെ പല സാഹചര്യങ്ങളിൽ പല ലെറ്റേഴ്സ് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ X3 എന്ന് പറയുന്നത് തേർഡ് പൊസിഷനിലുള്ള നമ്പർ നമുക്ക് ഇവിടെ 6 ആണ്. 1, 2, 3. അപ്പം X3 ഈക്വൽ ടു 6 എന്ന് പറയാം. ഈ 3 എന്ന് പറയുന്നത് നമ്മൾ താഴെയായിട്ടാണ്, എക്സിന്റെ താഴെ ഭാഗത്താണ് എഴുതേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ X16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 60th പ്ലേസിലുള്ള നമ്പർ ആയിരിക്കും X16 എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മള് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് 2, 4, 6, 8 എക്സെട്ര. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ് അല്ലെ. അതേപോലെ ഈ രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, എല്ലാ ടേംസും തമ്മിൽ, അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആണ്. അങ്ങനെ ഡിഫറൻസ് കോമൺ ആയതുകൊണ്ട് ആ ഡിഫറൻസിനെ നമ്മൾ പറയും കോമൺ ഡിഫറൻസ് എന്ന് പറയും. കോമൺ ഡിഫറൻസ്. അപ്പം അരിത്തമാറ്റിക് സീക്വൻസിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. ഈ കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡി എന്ന ലെറ്റർ വെച്ചിട്ടാണ് പറയുന്നത്. ഡി എന്ന ലെറ്റർ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് ഡിനോട്ട് ചെയ്യുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത്, അപ്പം കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ ഒരു ടേമിൽ നിന്ന് ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള ടേം മൈനസ് ചെയ്യുക. അതായത് 8ൽ നിന്ന് 6 മൈനസ് ചെയ്യാം. ഇവിടെ 8 തന്നെ എടുത്തോളണമെന്നില്ല, ഏത് ടേം വേണമെങ്കിലും എടുക്കാം. ഇവിടെയുള്ള ടേം എടുക്കാം, അവിടെയുള്ള ടേം എടുക്കാം, ഇനി ഇങ്ങോട്ടുള്ള ടേം, ഏത് ടേം എടുക്കാം. ആ ടേമിന് ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള ടേം ആണ് മൈനസ് ചെയ്തത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇവിടെ 2 ആണ്. അപ്പം 2 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഇവിടുന്ന് 2 ആഡ് ചെയ്തപ്പോഴല്ലായിരുന്നോ നമുക്ക് 4 കിട്ടിയത്? അതായത് 6ന്ന് 2 ആഡ് ചെയ്തപ്പോഴല്ലായിരുന്നോ നമുക്ക് 8 കിട്ടിയത്? അപ്പം ഇത് ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ മൈനസ് ചെയ്യുന്നത്, അങ്ങോട്ട് പോകുമ്പോ അത് എന്തായിട്ട് മാറും? ആഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കല്ലേ മാറുന്നത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മൈനസ് അല്ലേ ചെയ്തത് ഡിഫറൻസ് കാണാൻ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ അത് എന്താവും? എഡിഷൻ ആവും അല്ലെ. അപ്പൊ നമ്മള് ആഡ് ചെയ്ത ആ ഫിക്സഡ് നമ്പർ തന്നെയാണ് നമ്മളെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നമ്മള് ഒരു ടേം അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടാൻ വേണ്ടി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തിരുന്നല്ലോ, ആ നമ്പർ തന്നെയാണ് എന്തായിട്ട് നമുക്ക് കിട്ടുന്നത്? കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ടേമിൽ നിന്ന് ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് കിട്ടും കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസ് എന്താണ്? ശരിക്കും നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഫിക്സഡ് നമ്പറിലെ അത് തന്നെയാണ് എന്ത്? കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഇനി നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിന്റെ മറ്റു ചില പ്രത്യേകതകൾ കൂടി നോക്കാം. 80, 70, 60, 50 എക്സെട്ര. ഇവിടെ നോക്കിയേ, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദ്യം. ഇവിടെ നോക്കുക നിങ്ങൾ 80, 70, 60, 50 എക്സെട്ര. ഇവിടെ നമ്മളെ സീക്വൻസ് കുറഞ്ഞാണ് വരുന്നത്, ഡിക്രീസ് ചെയ്താണ് പോകുന്നത് അല്ലെ. സീക്വൻസ് എന്തായിട്ട് പോകുന്നു? ഡിക്രീസ് ചെയ്ത് പോകുന്നു. നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞ എന്താ? ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസ് എന്നാ പറയുന്നത്. ആഡ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ സീക്വൻസ് കൂടിയല്ലേ വരേണ്ടത്. ഇവിടെ പക്ഷെ കുറഞ്ഞല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല എന്ന്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാം, 80 പ്ലസ് -10
ഇവിടെ ശ്രദ്ധിക്കുക, ഇതെങ്ങനെയാണ് മാറുക നോക്കാം. നമ്മള് പോസിറ്റീവ് നമ്പറിനെയും നെഗറ്റീവ് നമ്പറിനെയും ക്രിയകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതില് ഈ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുടെ അത് തീർച്ചയായിട്ടും കാണാം. ഒന്നുകൂടി പറയാം, ഇവിടെ നമുക്ക് ഒരു പ്രത്യേക റൂളൊക്കെ ഉണ്ട്. പക്ഷെ റൂളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പെട്ടെന്ന് തെറ്റിപ്പോവാണ്ട് ചെയ്യാൻ ഒരു എളുപ്പ വിദ്യ നമ്മൾ പറഞ്ഞിരുന്നു. ഈ പ്ലസ് മൈനസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 80 മൈനസ് 10 എന്നാക്കാം. 80 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എന്തായി മാറി? 70 ആയി. ഇനി അടുത്തത് 70 നോക്കാം. 80 മൈനസ് 10 ഈക്വൽ ടു 80 മൈനസ് 10 ദാറ്റ് ഈസ് 70 എന്ന് കിട്ടും. അപ്പം ഇവിടെ നമ്മള് 80നോട് ആഡ് ചെയ്തിട്ട് തന്നെയാണ് 70 കിട്ടുന്നത്. എത്രയാണ് ആഡ് ചെയ്യുന്നത്? നെഗറ്റീവ് 10 ആണ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത 70 പ്ലസ് നെഗറ്റീവ് 10 ആഡ് ചെയ്ത് നോക്കിയേ, എങ്ങനെയാ കിട്ടുന്നത്? 70 ഇത് രണ്ടും കൂടി എന്തായിട്ട് മാറും? മൈനസ് 10 ഈക്വൽ ടു 60. ഇവിടെ നോക്കിയേ, 70നോട് ആഡ് ചെയ്തിട്ട് തന്നെയാണ് 60 കിട്ടുന്നത്. പക്ഷേ നെഗറ്റീവ് 10 ആണെന്ന് മാത്രം. ഇനി അടുത്തത് ഇതിന് ഇങ്ങോട്ട് അല്ലെ. അപ്പൊ 60നോട് എന്ത് എഴുതുന്നു? നെഗറ്റീവ് 10 ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 60 മൈനസ് 10 ദാറ്റ് ഈസ് 50 എന്ന് കിട്ടും. അപ്പൊ ഇവിടെയും നമ്മുടെ എഡിഷൻ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ നെഗറ്റീവ് 10 ആണെന്ന് മാത്രം. അപ്പം നമ്മള് ആഡ് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മളെ സീക്വൻസ് കുറഞ്ഞു കുറഞ്ഞാണ് വരിക. അപ്പം നമ്മളെ സീക്വൻസ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകാം അവിടെ നെഗറ്റീവ് നമ്പർ ആണ് ആഡ് ചെയ്യുന്നത് എന്ന്. ഈ ആഡ് ചെയ്യുന്ന നമ്പറിനെ ആണല്ലോ നമ്മൾ എന്തായിട്ട് പറഞ്ഞത്? കോമൺ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? ഡി ഈസ് ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് 10 ആണ്. ഈ ഡി നെഗറ്റീവ് 10 ആയതുകൊണ്ട് ഈ സീക്വൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പൊ സീക്വൻസ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്, ഡിക്രീസ് ചെയ്താണ് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് എന്തായാലും നെഗറ്റീവ് നമ്പർ ആയിരിക്കുമെന്ന്. ഓക്കെ, നമുക്ക് 2, 4, 8, 16 എക്സെട്ര. അതേപോലെ 3, 6, 12, 24 എക്സെട്ര. ഇവിടെ നോക്കാം. ഇവിടെ ഈ 4 കിട്ടണമെങ്കിൽ 2 മൾട്ടിപ്ലൈ ചെയ്ത് 4 കിട്ടുന്നു. ഈ 4നോട് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8 കിട്ടുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 16 കിട്ടുന്നു. അതേപോലെ ഇതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്ത് 6 കിട്ടുന്നു. 6നോട് 2 മൾട്ടിപ്ലൈ ചെയ്ത് 12 കിട്ടുന്നു. 12നോട് 2 മൾട്ടിപ്ലൈ ചെയ്ത് 24 കിട്ടുന്നു. ഇവിടെ നോക്കുക, ഇതൊക്കെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ നമുക്ക് കാണാം, ഇവിടെയൊക്കെ ഒരു ഫിക്സഡ് നമ്പർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്തത്? മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. നമ്മളോട് പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? ആഡ് ചെയ്യാനാണ് പറയുന്നത്. ആഡ് ചെയ്ത് വരുന്ന സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഇവിടെ അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ രണ്ടിടത്തും നടന്നത്. അപ്പൊ ഇത് എന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. നമുക്ക് വേണ്ടത് അരിത്തമാറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തിട്ട് കിട്ടുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്തല്ല ചെയ്തത്? ആഡ് ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ഇനി നമ്മള് അരിത്തമാറ്റിക് സീക്വൻസിന്റെ കുറച്ച് പ്രോബ്ലംസിലേക്ക് പോവാം. അതില് ഫസ്റ്റിലത്തെ പ്രോബ്ലം f ഈക്വൽ ടു 1 ആൻഡ് d ഈക്വൽ ടു 4. അതായത് ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 4ഉം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആഡ് ചെയ്ത് പോകുന്ന നമ്പർ, അതായത് ആ ഡിഫറൻസ്. അപ്പൊ നമ്മളെ സീക്വൻസ് എങ്ങനെ ചെയ്തു? ഫസ്റ്റ് നമ്പർ 4, പിന്നെ 1. ഇനി അടുത്തത് 1 പ്ലസ് 4 എത്ര കിട്ടി? 5 എന്ന് കിട്ടി. 5 പ്ലസ് 4 എത്ര കിട്ടി? 9 കിട്ടി. 9 പ്ലസ് 4 13 എന്ന് കിട്ടി. ഓക്കെ, ഒരു 4 ടേം എഴുതിയാൽ മതി, ബാക്കി എക്സെട്ര ചെയ്താൽ മതി. ഓക്കെ, ഇനി അപ്പൊ മനസ്സിലായല്ലോ, ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 4ഉം ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതുന്നത്? ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 4ഉം ആണെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതുന്നത് എങ്ങനെ എന്നാണ് നമ്മളിപ്പോ ഇവിടെ നോക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, f is equal to 2
and d is equal to 1/2. ഇത് 1/2 എന്നാണ് നമ്മൾ ഇതിനെ നമുക്ക് ഹാഫ് എന്ന് വേണം വിളിക്കാൻ. അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ചില ഓപ്പറേഷൻസ്, അതായത് ക്രിയകളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഹാഫ് എന്നാണ് വിളിക്കേണ്ടത്, അല്ലാണ്ട് 1/2 എന്നല്ല. 1/2 എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതിന് ഫ്രാക്ഷന്റെ ഓപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ കോംപ്ലിക്കേഷൻസ് വരും. ഫ്രാക്ഷന്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അത്, പക്ഷെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇങ്ങനെ ഹാഫ് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു സൗകര്യം. അപ്പൊ നമ്മള് ഫസ്റ്റ് ടേം 2 അല്ലെ, സീക്വൻസ് എഴുതാൻ തുടങ്ങുകയാണ്. സീക്വൻസ് ഫസ്റ്റ് ടേം 2 ആണ്. അപ്പൊ 2നോട് ഹാഫ് ആഡ് ചെയ്താൽ 2.5 അല്ലെ. 2.5 എങ്ങനെ എഴുതാം? 2.5 അല്ലെ. അതിനോട് ഹാഫ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2.5 and plus half 3 കിട്ടും അല്ലെ. 3നോട് ഹാഫ് ചെയ്താൽ 3.5 എന്ന് കിട്ടും. അപ്പൊ നമ്മളെ സീക്വൻസ് ഇങ്ങനെ കിട്ടി. അതേ സ്ഥാനത്ത് ഇങ്ങനെയാണ് നമ്മൾ സീക്വൻസ് എഴുതുന്നത്. ഇതില് ഇവിടെ 1/2 പ്ലസ് 1/2 എന്ന് നമ്മള് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് സാധാരണ ചെയ്യേണ്ടത് ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ നമ്മൾ സാധാരണ രൂപത്തിലേക്കൊക്കെ മാറ്റിയിട്ട് വേണം ഈ അഡിഷൻ ഒക്കെ നടക്കാൻ. അപ്പൊ ഇതൊരു ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് ഇതിനെ നമ്മൾ എപ്പോഴും അരിത്തമാറ്റിക് സീക്വൻസിൽ ഹാഫ് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഹാഫ് എന്ന് വിളിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ടേം ഈക്വൽ ടു 1 and d is equal to quarter. 1/4. 1/4 നമ്മൾ പറയുന്നത് ക്വാർട്ടർ എന്നാണ്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് 1, ഇനി 1 and quarter, ഇനി 1 and quarterന്റെ അപ്പുറം ക്വാർട്ടർ കൂടി ആഡ് ചെയ്യുമ്പോൾ 1.5, ഇനി ക്വാർട്ടറും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 and 3/4, അതായത് നമ്മള് ഇങ്ങനെ കിട്ടും. ഇനി അതില് ക്വാർട്ടറും കൂടി ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അങ്ങനെ സീക്വൻസ് പോകും. അപ്പൊ നമ്മൾ ഹാഫ് പറഞ്ഞ പോലെ തന്നെ ഇതിനെ ക്വാർട്ടർ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് 1/4 എന്നെടുത്ത് നമ്മള് ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. അപ്പൊ ഇത് 1/2 ഇത് ക്വാർട്ടർ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പ്രോബ്ലത്തിന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മള് വേറൊരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അതായത് ഇവിടെ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു -1 and d is equal to 5. ഇവിടെ എങ്ങനെയാ? ഫസ്റ്റ് ടേം -1. അടുത്തത് എങ്ങനെയാണ്? -1 plus 5 അല്ലേ വേണ്ടത്? -1 plus ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ അബ്സല്യൂട്ട് വാല്യൂ, നമുക്ക് റൂളൊക്കെ ഉണ്ട്. നമ്മൾ ആ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിലുണ്ട് കൃത്യമായിട്ട്. എന്നൊന്നുകൂടി പറയാം. ഇവിടെ മോഡുലസ് വാല്യൂ എടുക്കും 1ഉം, ഇവിടെ മോഡുലസ് വാല്യൂ 5ഉം. ഇതിൽ നിന്ന് ബിഗസ്റ്റ് നമ്പറിന്ന് സ്മോളസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ 5 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 എന്ന ആൻസർ കിട്ടും. ഇനി ബിഗസ്റ്റ് നമ്പറിന്റെ ക്വസ്റ്റ്യനിലുള്ള സൈൻ ഏതാണോ ആ സൈനാണ് ഇടേണ്ടത്. ഇവിടെ 5ന്റെ സൈൻ പോസിറ്റീവ് ആണ്, അപ്പൊ അത് തന്നെ വരും. അപ്പൊ നമ്മളെ സെക്കൻഡ് ടേം 4 ആണ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ബിഗസ്റ്റ് നമ്പറിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്തിട്ട് ബിഗസ്റ്റ് നമ്പറിന്റെ സൈൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബിഗസ്റ്റ് നമ്പറിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്തതിന് ശേഷം ബിഗസ്റ്റ് നമ്പറിന്റെ സൈൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബിഗസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്തിട്ട് ബിഗസ്റ്റ് നമ്പറിന്റെ സൈൻ ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 5ന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 4 എന്ന ആൻസർ കിട്ടും. ഈ 4ന് പോസിറ്റീവ് സൈനും കൊടുക്കും. ഇനിയിപ്പോ 4നോട് നമുക്ക് 5 ആഡ് ചെയ്യാം. 4നോട് 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. 9നോട് 5 ആഡ് ചെയ്ത് 14 കിട്ടും. അങ്ങനെ ആൻസർ അങ്ങനെ പോകും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നോക്കേണ്ടതുള്ളത്. അടുത്തത് അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ അരിത്തമാറ്റിക് സീക്വൻസ് ആഡ് ചെയ്ത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലത്തിൽ പഠിച്ചത്. ഇനി സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലം നോക്കാം. 8, 16,
24 എക്സെട്ര 8, 16, 24 എക്സെട്ര. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കാണാം. ഇവിടെ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു ടേം എടുക്കുക. ഏത് ടേം എടുക്കുക? ഇതെടുക്കുക, 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 ഏത് ടേം? ഞാൻ ഇവിടെ ഈ ടേം ആണ് എടുക്കുന്നത്. അതിൽ ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള ടേം മൈനസ് ചെയ്യുന്നു. അപ്പൊ 16 മൈനസ് 8 എന്ന് പറയുമ്പോൾ 8 കിട്ടും. അപ്പൊ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 8 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. -5, -10, -15 എക്സെട്ര. അപ്പൊ കോമൺ ഡിഫറൻസ് കാണണം. അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? -15 ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള ടേം മൈനസ്, ഇത് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ്. ഇവിടെ ഉള്ളത് നെഗറ്റീവ് ടേം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ -15 ഈ മൈനസ് മൈനസ് എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ നോക്കുക, ഡിഫറെന്റ് സൈൻ ഉള്ള നമ്പർ ആഡ് ചെയ്യാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. മോഡുലസ് വാല്യൂ എടുക്കുക. മോഡുലസ് വാല്യൂന്ന് ബിഗസ്റ്റ് നമ്പറിന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക. അപ്പൊ 15 10 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഇതിൽ ബിഗസ്റ്റ് നമ്പറിന്റെ സൈൻ ഏതാണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നെഗറ്റീവ് കിട്ടും. അപ്പൊ നമ്മള് കോമൺ ഡിഫറൻസ് -5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് 3 ആണ് നോക്കേണ്ടത്. അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് തരുന്ന സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നോക്കാം, 5, 10, 15, 20 എക്സെട്ര. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് നമുക്ക് തന്ന സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടേം എടുക്കുന്നു, 20 മൈനസ് 15 ചെയ്യുന്നു. എത്ര ആൻസർ കിട്ടി? അതായത് ഒരു ടേം എടുക്കുന്നു, ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള നമ്പർ അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പൊ 5 എന്ന് കിട്ടി. ഇനി അടുത്തത് 15 10 മൈനസ് ചെയ്യും. 15 മൈനസ് 10, അതായത് അടുത്ത ടേം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടിയിരിക്കുന്നു. ഇനി അടുത്ത നമ്പർ നോക്കാം, 10 എന്ന് 5 ചെയ്യുന്നു. അപ്പൊ 5, അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് 5 എന്ന് കിട്ടി. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 5 എന്ന് കിട്ടി. അതേപോലെ ഇതും 5 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്കൊരു ഡിഫറൻസ് ഒക്കെ കോമൺ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. അതായത് D is equal to 5 എന്ന് പറയാം. അതുകൊണ്ട് ദിസ് ഈസ് എ അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. അതായത് 2, 4, 8, 16 എക്സെട്ര. ഇവിടെ നോക്കാം, ഇവിടെ ഒരു 16 മൈനസ് 8 ചെയ്യുന്നു. 16 മൈനസ് 8 ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് 8 മൈനസ് 4 എത്ര കിട്ടും? നമുക്ക് 4 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് ഇത്, അപ്പൊ 4 മൈനസ് 2 ചെയ്തപ്പോ നമുക്ക് 2 എന്ന് കിട്ടും. ഇവിടെ നോക്കാം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 8, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 4, തമ്മിലുള്ള ഡിഫറൻസ് 2. അപ്പൊ ഇവിടെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ വ്യത്യസ്തമാണ്, ഡിഫറെന്റ് ആണ്. നേരത്തെ എന്തായിരുന്നു? സെയിം ആയിരുന്നു. ഇവിടെ എന്താണ്? ഡിഫറെന്റ് ആണ്. അതായത് ഇതൊരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് അല്ല. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് എന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അപ്പോ നമ്മൾ ഇന്ന് 3 ടൈപ്പ് പ്രോബ്ലംസും ഡിസ്കസ്. നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിച്ചു, അല്ലെ? അതായത് ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസിനാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിലെ ടേംസ് എന്താണെന്ന് പഠിച്ചു. അതായത് അരിത്തമാറ്റിക് സീക്വൻസിലെ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടേംസ് എന്ന് പറഞ്ഞു. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതേപോലെ അടുത്തത് നമ്മൾ പറഞ്ഞു കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക് സീക്വൻസിലെ കോമൺ ആയിട്ടുള്ള ഡിഫറൻസിനെ, അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടത്? ഒരു ടേമിൽ നിന്ന് ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള ടേം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് അതിന്റെ
കോമൺ ഡിഫറൻസ് എന്ന് പഠിച്ചു. അതേപോലെ 3 പ്രോബ്ലംസ് പഠിച്ചു. അതിൽ ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നാൽ എങ്ങനെ അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ടാക്കാം, അതേപോലെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നാൽ ഒരു കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം, അതേപോലെ ഒരു സീക്വൻസ് തന്നാൽ അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം. അരിത്തമാറ്റിക് സീക്വൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ബേസിക്കും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം. താങ്ക്സ് ഓൾ.